എന്താ ടേസ്റ്റ് അല്ലേ. 2009 ഇതേ സ്ഥലത്ത് അന്ന് ബഹുമാനപ്പെട്ട പത്മശ്രീ യൂസഫ് അലി സാർ, അതുപോലെ തന്നെ അന്നത്തെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ അജയ് മൽഹോത്ര, നമ്മുടെ RD മുഹമ്മദ് ഹാരിസ്, അങ്ങനെ ലുലുവിൻ്റെ ആദ്യത്തെ മാംഗോ ഫെസ്റ്റ് 11 വർഷം മുമ്പ് എയർ ചെയ്യാൻ സാധിച്ച ഒരു പ്രോഗ്രാമിനെ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാണ്ടൻ മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, കോമാങ്ങ, അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ പഴയ മാങ്ങകളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ലോകമെമ്പാടുമുള്ള മാങ്ങകളുടെ ഒരു വലിയ ശേഖരം ഇവിടെയുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 അവധിക്കാലം, അതായത് നമ്മുടെ നാട്ടിലെ ഈ പഴങ്ങളുടെയൊക്കെ കാലങ്ങൾ ആസ്വദിക്കാൻ പറ്റാതിരുന്നവർക്ക് ഒരു പുതിയ ഒരു അനുഭൂതിയാണ് ഈ ഒരു മാംഗോ ഫെസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. അതിലേക്കൊക്കെ കടക്കുന്നതിനോടൊപ്പം ഈ ആഴ്ചയിലെ ടൈംസ് ഓഫ് കുവൈറ്റിലേക്ക് അവർക്കും സ്വാഗതം. ലോകമെമ്പാടും എല്ലാവരെയും ഒരുപോലെ തന്നെ വീട്ടിലിരുത്തുന്ന സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടേ വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലും ആഘോഷങ്ങളില്ല, ഉത്സവങ്ങളില്ല, കൂടിച്ചേരലുകളില്ല, അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ലുലുവിൽ സംഘടിപ്പിച്ച മാംഗോ ഫെസ്റ്റ് 2 വർഷക്കാലമായി അവധിക്കാലം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് തെല്ലൊരു ഉത്സാഹം പകരുന്നതായിരുന്നു. ലോകമെമ്പാടുമുള്ള വിവിധതരം മാങ്ങകളുടെ ഒരു വൻ ശേഖരമായിരുന്നു അവിടെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ മാങ്ങകളും മറ്റ് രുചിക്കൂട്ടുകളും. ലുലുവിൽ നടന്ന മാംഗോ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക്. 2009 അന്നത്തെ ഇന്ത്യൻ സ്ഥാനപതി അജയ് മൽഹോത്രയുടെ സാന്നിധ്യത്തിൽ, യൂസഫ് അലി സാറിൻ്റെ സാന്നിധ്യത്തിൽ ആദ്യത്തെ മാംഗോ ഫെസ്റ്റിവലിൽ മുഹമ്മദ് ഹാരിസ് RDI വന്ന കാലം ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ ലോകമെമ്പാടുമുള്ള മാംഗോകളും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വലിയൊരു ശേഖരവും, ഇതിനു മുമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഈ മാംഗോ ഫെസ്റ്റിവൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഇടപെടലും ഒക്കെ കണ്ടിരുന്നു. എക്സലൻസി ഇപ്പോൾ കാണാൻ സാധിച്ചത് ഈ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ പ്രവാസികൾക്ക് അവധിക്കാലം നഷ്ടപ്പെട്ട കാലത്ത് തീർച്ചയായിട്ടും ഇതൊരു ആഘോഷം തന്നെയാണ്. എങ്ങനെ വിലയിരുത്താം? മാംഗോ എന്നും നമുക്കൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. ഞാൻ ഓർക്കുന്നു, കുഞ്ഞുനാളിൽ പോലും മാംഗോ ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഫ്രൂട്ട്സിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ മാംഗോ ആണ്. അപ്പം മാംഗോ ഫെസ്റ്റിവൽ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ ഈ മാംഗോ ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്ത് ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. മാംഗോ മാനിയ എന്ന് പറയുന്ന ഈ ഫെസ്റ്റിവൽ, ഇത് എനിക്കൊരു സ്വപ്നമുള്ളത്, എല്ലാ കുവൈറ്റുകളും എല്ലാ വർഷവും ഇന്ത്യൻ മാംഗോ അറ്റ്ലീസ്റ്റ് ഒരു കാർട്ടണെങ്കിലും എല്ലാവരുടെയും വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, നമ്മൾ 1 മില്യണോളം ഇന്ത്യക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാം വീടുകളിൽ ഇന്ത്യൻ മാംഗോസ് ഉണ്ടാവണം. കാരണം അത് നമുക്ക് നമ്മുടെ ആ നാടിൻ്റെ ഒരു ഫീല്, ആ ഒരു നമുക്ക് ആ ഒരു നഷ്ടബോധം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ കാണുന്ന എത്രയോ ആൾക്കാരാണ് മാംഗോയ്ക്ക് വേണ്ടി അവിടെ വന്ന് വാങ്ങാനായിട്ട് നിൽക്കുന്നത്. ഇതിന് ഈ ഫെസ്റ്റിവൽ നടത്തുന്ന ലുലുവിൻ്റെ അധികാരികളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. 2 വർഷക്കാലമായി പ്രവാസികൾക്ക് നാട്ടിൽ പോകാൻ സാധിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസണാണ്. എംബസി മുന്നോട്ട് വന്ന ഈ അടുത്തിടയിൽ വീണ്ടും ഒരു മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമിട്ടിരുന്നു. അത് ഇനിയും പ്രതീക്ഷിക്കുക. എങ്ങനെയായിരിക്കും അതിന്റെ? തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാവർക്കും മാംഗോ കിട്ടുവാനുള്ള ഒരു അവസരം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിവിടെ വാങ്ങുന്ന ഓരോ മാങ്ങായും അത് നാട്ടിലുണ്ടാക്കിയതാണ്. അപ്പം നാട്ടിലെ കർഷകർക്ക് ഇതുകൊണ്ട് വളരെയധികം വലിയ പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ ആൾക്കാർ മാംഗോ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രയോജനം നാട്ടിലെ കർഷകർക്കാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇവിടെയുള്ളവർക്ക് സന്തോഷവും ഇവിടെയുള്ളവർക്ക് മാംഗോ കിട്ടുകയും അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കും
ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ സമയത്ത് ഈ മാംഗോ വിൽക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും എംബസിയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു. ഇന്ത്യയിൽ നിന്നും അതുപോലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിയ മാങ്ങകളുടെ ശേഖരങ്ങൾ ലുലുവിൽ കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ച അതേ ഫാമിലേക്ക് ഒന്നുകൂടി പോകേണ്ടതായിട്ട് വന്നു. ഇതുപോലുള്ള ലോകോത്തര നിലവാരമുള്ള ഒരുപാട് പഴവർഗ്ഗങ്ങളുടെയും മറ്റ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷ്യ വിഭവങ്ങളുടെയൊക്കെ ഒരു വൻ ശേഖരമാണ് അവിടെ കാണാൻ സാധിച്ചത്. വ്യവസായ രംഗത്ത് മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും തൻ്റേതായ മേഖലയെ പടുത്തുയർത്തിയ KG എബ്രഹാമിൻ്റെ 25 ഏക്കറോളം വരുന്ന ഫാമിലാണ് ഈ കാഴ്ചകൾ കാണാൻ സാധിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം തങ്ങളുടെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്കും നല്ല പച്ചക്കറികളും പഴങ്ങളും വിതരണം ചെയ്യുക എന്നുള്ളത് കൂടിയാണെന്നാണ് NBTCയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ KG എബ്രഹാം പറഞ്ഞത്. ഒരിക്കൽ കൂടി ആ വിശേഷങ്ങളിലേക്ക്. ദുരന്തകാലത്തെ എങ്ങനെ നേരിടാം എന്നതിനുള്ള ഒരു മകുടോദാഹരണമാണ് ഈ ഫാമിൽ കാണാൻ കഴിഞ്ഞത്. കൊടും ചൂടത്തും തണുപ്പ് കാലത്തും കാലാവസ്ഥയ്ക്ക് അനുകൂലമായി കൃഷി ചെയ്ത് വിള ലഭ്യമാക്കുന്ന ആധുനിക വിദ്യകൾ. ഒരു തവണ പണം മുടക്കി മരുഭൂമിയിലെ മണലാരണ്യത്തെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി സ്വന്തം ആവശ്യങ്ങൾക്കൊപ്പം തങ്ങളുടെ തൊഴിലാളികളുടെ കാറ്ററിംഗ് സെക്ഷനിലേക്കും സ്ഥാപനങ്ങളിലേക്കും മാക്സിമം ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വലിയൊരു മാതൃകയാണ് ഈ ഫാമിൽ കാണാൻ കഴിഞ്ഞത്. വ്യവസായ പ്രമുഖനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ KG എബ്രഹാമിൻ്റെ 25 ഏക്കർ നീളുന്ന മരുഭൂമിയിലെ 100 മേനി കൊയ്യുന്ന കൃഷിസ്ഥലത്തിലേക്ക് ഒരിക്കൽ കൂടി. And do it soon. Walk, talk, tick, tock, clip, top, pick, top. Make it quick, make it tick, make the connect. Walk, talk, tick, tock, clip, top, pick, top. Make it quick. Lulu, where the world comes to shop. Badr Al Sama Medical Center, Fawwania, Kuwait. More than healthcare, humane care. Since 1942, more than 100 branches across Kuwait. Speedy credit anywhere in the world. Download the Al Muzaini app at your convenience anytime, anywhere. Many reasons, one exchange. Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക്. ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഇന്നത്തെ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള മെസ്സേജുകളുടെ ഒരു കൂമ്പാരമാണ്. പലതരത്തിലുള്ള പല രീതിയിലുള്ള ഉപദേശങ്ങളും എക്സാമ്പിളുകളും ഒക്കെയാണ് നമ്മൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ അയക്കുന്നവരെല്ലാം ക്വാളിഫൈഡ് ആണോ? ഇത് ശരിയാണോ? റേറ്റിംഗ് കൂട്ടാനും മറ്റു രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റാനും ഒക്കെയായി നമ്മൾക്കിടയിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളും അല്ലെങ്കിൽ ഈ പങ്കുവയ്ക്കലുകളും ശരിയാണോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, അയക്കുന്ന ആളും അല്ലെ എവിടുന്നാണെന്നുള്ളതും തിരിച്ചറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നീക്കങ്ങൾ നമ്മൾ നടത്തിയില്ലെങ്കിൽ നല്ലതിനു പകരം
ചീത്തയാകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയും കുവൈറ്റിലെ ഡോക്ടേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിച്ച കോവിഡ് വാക്സിൻ അവയർനെസ് ക്യാമ്പയിൻ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു. സാധാരണക്കാർക്കിടയിൽ കുവൈറ്റിലെ ഏറ്റവും മുതിർന്ന ഡോക്ടർമാരുടെ ഉപദേശങ്ങളാണ് പങ്കുവയ്ക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ബോധവൽക്കരണം സാധാരണക്കാരായിട്ട് ആൾക്കാർ തൊട്ട് എല്ലാ തലത്തിലുള്ളവർക്കും വളരെ പ്രയോജനകരമാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി അറിയാൻ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പോയാൽ കാണാവുന്നതാണ്. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായി നമ്മോടൊപ്പം ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ അമീർ ചേരിയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. മിസ്റ്റർ നിക്സൺ സൂചിപ്പിച്ച പോലെ ഇവിടെ എംബസി ഓഫ് ഇന്ത്യൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കോവിഡ് അവയർനെസ്, വാക്സിനേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ, അതിൽ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിൻ്റെ പൂർണ്ണ സഹായത്തോടെ നടന്നൊരു സെഷനാണ്. അതിനെ ചെയർ ചെയ്തതും മോഡറേറ്റ് ചെയ്തതും സീനിയർ കൺസൾട്ടൻറ്റ് ഹെമറ്റോളജിസ്റ്റായ ഡോക്ടർ രമേശ് പണ്ഡിത്ത. ഡോക്ടർ രമേശ് പണ്ഡിത്ത മുൻ IDF പ്രസിഡൻറ്റ് കൂടിയായിരുന്നു. എംബസി ഓഫ് ഇന്ത്യൻ്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് കോവിഡ് വാക്സിനേഷനെ കുറിച്ചിട്ടൊരു അവയർനെസ്സും അതുപോലെ കോവിഡ് പുതിയ വേരിയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, ഇങ്ങനത്തെ ഒരു സെഷൻ IDFൻ്റെ സഹായത്തോടെ നടത്തിയതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഹിസ് എക്സലൻസി ഓണറബിൾ അംബാസഡർ ഓഫ് ഇന്ത്യ ശ്രീ CB ജോർജിനാണ്. ഓണറബിൾ അംബാസഡർ ഇവിടെ വന്ന് 6 മാസമായിട്ടുള്ളൂ. പക്ഷേ ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യും ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ്, ഇവിടെ താമസിക്കുന്ന ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. വി ആർ ആക്ച്വലി വെരി ബ്ലെസ്ഡ് ടു ഹാവ് ഹിസ് എക്സലൻസി ആസ് അംബാസഡർ ഓഫ് ഇന്ത്യ ഹിയർ ഇൻ കുവൈറ്റ്. Vasudhaiva Kutumbakam, meaning the world is one, is central to India's civilizational ethos. Standing true to our ethos and age-old beliefs, when it was India's turn to put its production and delivery capacity to help all humanity in fighting the virus, we did that. India extended medical and other assistance to more than 150 countries in the fight against COVID-19 pandemic, when the global crisis has severely tested the resilience of all nations. This is an important component of today's presentation, primarily because COVID-19 has thrown a huge challenge to nations, to economies, to healthcare systems across the world. It has thrown challenges to families. It has thrown challenges to individuals. The response from the scientific community and the health community workers has been remarkable. If you appreciate that the pandemic started somewhere in November, and what you had a response in the shortest period time, we had the diagnostics available to diagnose this disease. Shortly, treatment paradigms were created to deal with this pandemic, which was disastrous in its first appearance. If you remember what happened in New York, what happened in Italy, the paradigm keeps on changing with continuing research. The third thing that has happened, which is of great importance, is the development of vaccination in record period of time and the record number of vaccines. It's a matter of pleasure and pride for us that in this India has also participated in full measure, both by creating new vaccines, by manufacturing vaccines developed somewhere else, by providing it internationally and providing it domestically at some cost, as we realized recently. ഇൻഫെക്ഷസ് ഡിസീസ് ഫിസിഷ്യൻ ഡോക്ടർ റോയ് തമ്പി ഈ പുതിയ കോവിഡ് വേരിയൻസിനെ കുറിച്ചും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് മ്യൂക്കോർമൈക്കോസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടൊരു അവയർനെസ് നൽകി. Yeah, all viruses, including the SARS-CoV-2, which causes COVID-19 disease, has the property to replicate when it enters the body and make copies of itself. When it makes copies, it can undergo minor changes in itself. These minor changes are usually not very problematic, but when it undergoes many changes, it is called, this process is called mutation. When a virus mutates one or many times, it is called a variant. So
So when a virus is circulating in a population, wildly circulating in a population, there is more chances of a mutation occurring and more chances of a variant occurring. Usually the variant, in some cases, they appear and they disappear, and some variants persist. Senior consultant neonatologist and pediatrician, Dr. Usha Rajaram, spoke about ഈ കുട്ടികൾ ഈ പുതിയ വേരിയൻസിൽ കുട്ടികൾ എന്തൊക്കെയാണ് ഇതിന് വരാനുള്ള സാധ്യത അതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നടത്തി. As you all know, that children do come in a spectrum of ages. So we have to discuss what is happening to the newborns, to the school-going children, to the tiny toddlers, and the adolescents, and the children who are ready to fly off. So the age group starts from day 1 up till 16. For purposes of, here in Kuwait it is 12, but in some parts of the world it is 16. Now we can even extend it to 18 because our 12th standard children are still 18 years of age. Having said that, we know that the virus does grow in the throat. It is present in the, it's present in the throat, it's present in the secretions, and in the hands of children. Still, the incidence that is reported is 13% only. Why is this? Especially between the ages of 2 and 12. It may be related to a certain amount of the variation in the immune system, or maybe the immune system recognizes the COVID as a sister or as of the common cold virus. So it is a truth, and it is an observed experience for all of us, that between the ages of 2 and 12, the incidence of the COVID-19 is not so much. Having said that, I would like to go back to our newborn babies. See, here there is a question of the mother and the child. So if you have a mother who is COVID positive but asymptomatic, and she delivers a baby, the baby has to be isolated unless proved that it is not infective. Dr. Anandapriya Vaidya, specialist in gynecology. ഈ കോവിഡ് കാലത്ത് ഈ പ്രഗ്നൻറ്റ് ലേഡീസ് എന്തൊക്കെയാണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്, അതുപോലെ ലാക്ടേറ്റിംഗ് ലേഡീസ് എന്താ പ്രിക്കോഷൻ എടുക്കേണ്ടത്, അവർ ഈ കോവിഡ് വാക്സിൻ അവർക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ, അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് നൽകി. COVID affects pregnancy in two different ways. One is what the disease itself does to the pregnant woman, and the second is the set of socioeconomic circumstances which affect the antenatal care during pregnancy. The virus affects pregnant women in exactly the same way that it affects all the other groups of population. That is, it causes respiratory problems, and all the different kinds of symptoms have already been dealt with. Now, in pregnancy, pregnant women are at a slightly higher risk because there is a slight bit of compromised immunity in pregnancy. Just as flu is manifested more in pregnancy, just as the symptoms are higher in most of the diseases in pregnancy, even in COVID, pregnant women end up having more severe disease. Having said that, let me reassure you, 2/3 of the pregnant women are asymptomatic. A very small percentage of them end up having severe disease. But in comparison to somebody who's not pregnant, a pregnant woman is more likely to have severe disease. So this makes it very important that pregnant women are very careful. Move it up, move it on, move it fast and do it soon. Walk, talk, tick, tock, clip, top, pick, top, make it quick, make it tech, make a connect. Walk, talk, tick, tock, clip, top, pick, top, make it quick. Lulu, where the world comes to shop. Badr Al Sama Medical Center, Fawwania, Kuwait. Modern healthcare, humane care. Since 1942, more than 100 branches across Kuwait. Speedy credit anywhere in the world. Download the Al Muzaini app at your convenience anytime, anywhere. Many reasons, one exchange. Al Muzaini Exchange, always near you.
Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. ഡോക്ടർ എബ്രഹാം വർഗീസ് കൺസൾട്ടൻറ്റ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, വളരെ സീനിയറായ IDF-ൻ്റെ മെമ്പർ കൂടിയായ ഡോക്ടർ എബ്രഹാം വർഗീസ് ക്യാൻസർ പേഷ്യൻസിൽ ഈ കോവിഡ് വന്നാൽ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ഈ കോവിഡ് വരാതിരിക്കാൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നൽകി. The advisory committees on COVID-19 vaccination in many countries, including the one in the NCCN guideline, strongly recommends that these patients should receive vaccination. Not only vaccination received, they have a priority. What is the reason for this priority? You know that the cancer induction, development and all, there is something to play with the immune responses. The cancer patients has a reduced immunity, that is one thing, and they are more prone for infection. With the limited available data, we can say that, when a patient gets this COVID infection, their recovery is delayed. When the delay is there, what is happening is that more hospitalization time, and in turn, what is going to happen is that, there could be more, scientifically saying, viral shedding, and there is a remote chance of having viral variants also. So there should not be any hesitation for cancer patients and cancer survivors to take this vaccine. They should go ahead. Dr. Mohan Ram, a specialist hematologist, COVID thrombosis, advo COVID embolism vannu അതിനെക്കൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ മോഹൻ റാം നമുക്ക് ഇവിടെ ഒരു ബോധവൽക്കരണം നൽകിയത്. Thrombosis, as we all know, leads to increased mortality and morbidity, and that's why it is strongly recommended to give blood thinner or thromboprophylaxis in COVID-19 infected patient. Though it is not recommended in home quarantine patient who has COVID-19 infection, and the patient discharged from the ICU, it is also not recommended. However, in certain situations like very old age, multiple comorbidities, morbid obesities, history of cancer, or he has a history of thromboembolism, only this patient can take prophylaxis at home after discharge from the ICU. Dr. Varki Alexander, senior consultant internist, കോവിഡിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടും കോവിഡിൽ ഞങ്ങൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടൊരു ബോധവൽക്കരണം നൽകി. The term long COVID is a little unfamiliar term for the common public. Long COVID, this term refers to, or it means, or it describes actually, the effects of COVID-19 that continues for weeks or months beyond the acute illness. This is the shortest definition that I can give for the long COVID. Long COVID will last maybe usually for 4 weeks to 4 months and beyond. The second part of the question was regarding the symptoms. Yeah. What are the symptoms and conditions that are associated with long COVID? A lot of symptoms are there for the long COVID. ഡോക്ടർ അമീർ, കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഇന്ത്യൻ എംബസിയും ഡോക്ടേഴ്സ് ഫോറവും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച ഈ പ്രാവശ്യത്തെ ഈ COVID-19 അവയർനെസ് ക്യാമ്പയിൻ തികച്ചും സാധാരണക്കാരായ ആൾക്കാർക്കാണ് ഏറ്റവും പ്രയോജനകരമായത്. കാരണം കുവൈറ്റിലെ ഏറ്റവും മുതിർന്ന ഡോക്ടേഴ്സാണ് കൃത്യമായ നിർവചനങ്ങൾ ഇതിലൂടെ നൽകിയത്.
പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മറ്റൊരു വിപത്താണ് ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അയച്ച് റേറ്റിംഗ് കൂട്ടുക എന്നൊക്കെ ഉള്ളത് ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇങ്ങനെ വരവ് തീർച്ചയായിട്ടും ക്യാമ്പ് മേഖലകളിൽ അതുപോലെ സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് ബാധിക്കുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? മിസ്റ്റർ നിക്സൺ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ ഒരിക്കലും റിലൈ ചെയ്യാൻ പാടില്ല. വി ഷുഡ് നോട്ട് ട്രസ്റ്റ് ഇറ്റ്. ഞങ്ങൾ അഥവാ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വേണം ഈ കോവിഡിനെ കുറിച്ചിട്ട് വാക്സിനേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ അതൊരു ഓത്തൻറ്റിക്കേറ്റേഴ്സ് അതേതായ രാജ്യങ്ങളിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്ന് എന്താണോ വരുന്ന ഇൻഫർമേഷൻ അതാണ് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീസ് ഈ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ CDC അതുപോലെ WHO അവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നോ, അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ വരുന്ന ഈ കോവിഡ് ദുരന്തം മാത്രമല്ല പല രീതിയിലുള്ള അവയർനെസ് അല്ലെങ്കിൽ ഇവരൊക്കെ അയക്കുന്നവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫൈഡ് അല്ല എന്നുള്ളതും വെറുതെ റേറ്റിംഗ് കൂട്ടാനും ഒക്കെ ഉള്ളതാണ്. ഇതിലൂടെ മാനസിക സമ്മർദ്ദങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂകൾ ഉണ്ടാകുന്നുണ്ട്. അതെ പിന്നെ ഇത് ആൾക്കാർ ഇത് വായിച്ച് ആകെപ്പാടെ ഭീതിപ്പെട്ട് പ്രയാസപ്പെട്ട് വിഷമിച്ച് സ്ട്രെസ്സ് വളരെ കൂടുന്നുണ്ട്. ഇതുകൊണ്ട് മാനസികമായ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻഫർമേഷൻ. അതുകൊണ്ട് റിലയബിൾ സോഴ്സായ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതേതായ കൺട്രിയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും ഇൻ്റർനാഷണൽ ബോഡി WHO അല്ലെങ്കിൽ CDC അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് വരുന്ന മെസ്സേജുകൾ അല്ലെ നമ്മളിത് വായിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ആര് നാളെ എപ്പം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാലങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു കണക്കൂട്ടലുകളില്ല. എല്ലാം നന്മയിൽ പര്യവസാനിക്കട്ടെ എന്ന ആശംസയുണ്ട്. തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Many reasons, one exchange. Al Muzaini Exchange, always near you. Highway Center, a complete family shopping experience for Hel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. Lulu, where the world comes to shop.